അവിടെ അനാക്കൊണ്ടൊക്കെ ഉണ്ട് ഉമ്മ. അനാക്കൊണ്ട അതിക്കറിയില്ല. അവിടെ വെള്ളക്കടുവുണ്ട്. നോക്കിയാ തീറ്റോ വേന്നുവാ. അതെ റെഡി ആയപ്പോ തുടങ്ങിയത് എന്റെ സാരി എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. എവിടെ ഓള് എന്താ കഴിഞ്ഞില്ലേ? ഇറങ്ങേ പുറപ്പാടാണേ തീരണ്ടേ. നീ പോയിട്ട് വിളിക്ക്. ഓള് ഇറങ്ങണില്ല. അമ്മൂ എന്താ വണ്ടി വന്നേക്കണേ? ഇറങ്ങില്ല. എന്താ ചെയ്യണ അവിടെ? മല്ലിക എന്താ കല്യാണത്തിനൊന്നല്ല, മൃഗങ്ങളെ കാണാനല്ലേ? ഇവളെ ഒരുക്കി ഇറക്കണ്ടേ? എന്നാലും ഇപ്പൊ അച്ഛല്ലാത്തത് കഷ്ടായി പോയി. ഇല്ല, ഓനും അമ്മയും കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വരോ? അത് മതിയല്ലോ. ഇവിടെ സമാധാനായിട്ട് ഇരിക്കണട്ടോ. അവിടെ ചെന്നിട്ട് ഇതുപോലെ ഓടിയിട്ടുണ്ടെങ്കിൽ അറിയാ. കുട്ടികൾക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. ജോസൂട്ടിയെ. എന്താ വാസൂട്ടി? അല്ല അവിടെ എന്തായി? ഇവിടെ ജെസി യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങും. വേറെ റെഡിയാവും പറഞ്ഞോ? ഇവിടെ മല്ലികയും റസിയയും കുട്ടികളൊക്കെ പാടത് ഇറങ്ങി വിടുന്നു. ആണോ? ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കണ? വേണ്ട വേണ്ട വേണ്ട. അവര് അങ്ങോട്ട് വരും. എന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് പോവാന്നാ പറഞ്ഞത്. ശരി. അപ്പൊ ഇവിടെ റോഡിൽ ഇറങ്ങി നിന്നാ പോരെ അവള്? റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അതെ, അവള് റെഡി ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം. എന്താണ്? എടാ, ഏതായാലും പെണ്ണുങ്ങളൊക്കെ പുറത്തു പോയതല്ലേ. എന്തെങ്കിലും ഒരു സാധനം സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ്? ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഞാനും തീ മാത്രമേ ഉള്ളൂ. മറ്റോ കഴിക്കില്ലല്ലോ. പക്ഷെ ദൊരയുണ്ട? ദൊരയില്ല. മൂപ്പർക്ക് എന്തോ കോഴിക്കോട് എന്തോ നേരെ കണ്ടു പറഞ്ഞിട്ട്. ശരി. അപ്പൊ ഒരു 1/2 ലിറ്റർ മതിയാവോ? നീ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അത് ഞാൻ ഒപ്പിച്ചോളാം. ഇവിടെ ഇറങ്ങിയിട്ടേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് അവിടെ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ബാക്കി സെറ്റപ്പ് കണക്കിക്കോ. ഓക്കെ എന്നാ. ശരി ശരി. ജെസി, ജെസിയേ, നീ എന്തൊരുങ്ങിയാണിത്? ആ മല്ലികയും പിള്ളേരൊക്കെ ഇറങ്ങിന്ന്. ഇപ്പൊ വണ്ടിയായിട്ട് ഇവിടെ വരും. നീ ഇവിടെ ഇറങ്ങി നിന്നാ മതി. അവരിറങ്ങി ഇത്ര പെട്ടെന്ന്? ഞാൻ ഇറങ്ങി. പിന്നെ എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വാതിലൊക്കെ പൂട്ടിയിട്ട് വേണം പോവാൻ. തുറന്നിട്ടിട്ട് പോവരുത്. ഞാൻ എവിടെ പോട്ടെ? ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോണേണ്. പുറത്തോട്ട് ഇറങ്ങണില്ലേ? ഇന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങണില്ല. ഒരു സ്ഥലത്തും പോണില്ല. എന്നാ പിന്നെ ഉറങ്ങുവാണെങ്കിൽ വാതിൽ പൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയാ മതി. അത്ര വിശ്വാസമില്ല. നീ പോകണ്ട. നീ ഇവിടെ നിന്നോ. എനിക്ക് വിശ്വാസം ഇല്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ വാതിൽ തുറന്നിട്ടിട്ടല്ലേ പോവുള്ളൂ. ഇല്ലടേ, ഇത്തിരി ശ്വാസം വലിച്ചോട്ടെ ഞാൻ ഇവിടെ കിടന്നിട്ട്. അത് വേണമെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ വലിച്ചോ. നല്ലതാ. എന്നാ ചെല്ലി വേഗം. അവര് അവിടെ കാത്തു. അപ്പൊ വേറൊന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. നീ വേഗം പോയിട്ട് ഇങ്ങോട്ട് വാ. ശരി. തിരിച്ചു വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നെടുത്തോളാം കേട്ടോ. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. ഇതെന്താന്ന് ഗാനമേള? എന്താ പരിപാടി? ഇത് പൈൻ്റാണ്. ഒരു പൈൻ്റാണ്. വെറുതെ ഇരുന്നപ്പേ എന്ത് പരിപാടികളെ കാണിക്കണ? വളരെ മോശമായി പോയിട്ടോ. മോശമായി പോയി. ഇവരൊക്കെ മോശം സാധനമാണ്. പൈസ ഉണ്ടായില്ല. നല്ല സാധനം മേടിക്കണം അല്ലേ? ഉള്ള പൈസക്കല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഓരോ തട്ടുത്തരം പറഞ്ഞോട്ടാ. ഓരോ കാര്യം കാണിക്കണ. എന്ത് പണി കാണിക്കണം നിങ്ങള്? അതെ, ഇന്നിപ്പോ ആരും ഇല്ലല്ലോ വീട്ടില്. പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ. അപ്പൊ ജോസൂട്ടി ഇങ്ങനെ സംഗതി പറഞ്ഞ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ എന്നെ പറഞ്ഞത് പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് നിങ്ങള് കുടുംബത്തിൽ ഈ ജാതി പണികൾ കാണിക്കരുത്. പെണ്ണുങ്ങൾ എന്തിനാ? ഞങ്ങൾ രണ്ടുപേരും കൂടി അല്ല അടിക്കണം. അതിനെന്തിനാ പെണ്ണുങ്ങള്? ഇവനോടൊക്കെ എന്ത് വർത്താന പറയണത്? വളരെ മോശമല്ലേ ഇത്? അവരങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾ ഒരു കുപ്പി പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് തോന്നുക? ഓരോ പണി കാണിക്കണത് ഭയങ്കര വൃത്തികേടായത്. ഓരോ കാര്യങ്ങള്. ഇനി പോട്ടെ. ഇനിയില്ല, ഇനി വേണ്ട. എന്താ മനസ്സിലാക്കാത്തത്? ഇതൊരു വീടല്ലേ ഇത്? ഇജ്ജിപ്പടെ ഞാൻ എന്റെ വീട് എന്നുള്ള വെച്ചിട്ടല്ല അവർ എന്റെ വീട് എന്നുള്ള പോട്ടെ. ഇതൊരു ഇജ്ജിപ്പടെ ഒരു കുടുംബമായിട്ട് താമസിക്കുക. ഇത് വീടിന് ഐശ്വര്യക്കേടാണ്.
എന്ത് അല്ല, പരിചയമുള്ള വീടായോണ്ട് ചങ്ങായല്ല ഞാൻ പറഞ്ഞത്. പിന്നെ? എന്ത് ഇതിപ്പോ എന്റെ വീടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു ബർക്കത്ത് കുറവ് ഉണ്ടായിന്. നിങ്ങൾ ഒരു വീടിന്റെ ഉമ്മർത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മദ്യം കഴിക്കാന്ന് പറഞ്ഞാല് അതിന് പരിവിട്ട് ഇപ്പൊ നമ്മള് 3 ആളല്ലേ അറിഞ്ഞിട്ടുള്ളൂ. വേറെ പറഞ്ഞാൽ അത് വളരെ മോശമാണ്. വർക്കത്ത് കേടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മ ഇത് പാതി അടിച്ചിട്ട് ഇട്ടുകൊണ്ട് പോയാല് വർക്കത്ത് കേടാണ്. ഇത് നമ്മ ഫുള്ള് അടിച്ചാൽ കുപ്പി അങ്ങോട്ട് കളഞ്ഞുകൊണ്ട് പോയാൽ ഒരു വർക്കത്ത് കേടുമില്ല. പോയടാ അവിടുന്ന്. എന്ത് പറഞ്ഞാലും ഉണ്ടോ അവന്റെ ഒരു തമാശ. എന്റെ തമാശ കളിക്കണ ഇതല്ലേ. ഇത് തന്നെയാണ് നിങ്ങൾ രണ്ടാളും നിങ്ങൾ ഇല്ല കുട്ടികളും അവരായിട്ട് പോവാന്ന് പറഞ്ഞ പോലെ കാച്ചങ്ങളാക്കി ഇല്ലാന്ന് പറഞ്ഞ ഞാൻ പോയിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയിരുന്നു. നിങ്ങൾ ഈ ജാതി പരിപാടിക്കായിരിക്കണേ അങ്ങനെ പറയുന്നത്. ഇതിപ്പോ എന്താ വെച്ചാലേ ഒന്നാമത് പെണ്ണുങ്ങളില്ല, പിന്നെ ഇന്ന് പണിയില്ലല്ലോ. അപ്പൊ ഇവനും വേറെ പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോണേ? ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളെന്നല്ലേ. എനിക്കൊരു കുഴപ്പം തോന്നുന്നുണ്ടല്ലോ ഇത് കഴിക്കാണ്ട്. എന്തെങ്ങൾക്ക് കിട്ടുന്നത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളെ കുഴപ്പം നിങ്ങൾക്ക് അറിയില്ല. അതന്നെ ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ല, ആരോഗ്യത്തിന് ഹാനികരമൊന്നും അല്ലടാ. പരികുട്ടി പറയണത് കാര്യണ്ട്. നമ്മളിത് കുറച്ച് കൂടുന്നുണ്ട്, അത് കുറച്ച് കുറക്കണം എന്നാണ് പറയണത്. എടാ അതല്ലേ പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ അവർക്ക് കയറി കൊണ്ടുവരുമ്പോ നിങ്ങൾ രണ്ടാളും നിങ്ങളിപ്പോ ഇവിടുന്ന് പോയി എന്നുള്ളതല്ല. കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവരില് കാണാത്തുള്ളത് പടച്ച റബ്ബ് കാണണ്ടേ. നിങ്ങളിത് ഈ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വെള്ളം കുടിക്കണേ. അത് മനസ്സിലാക്കി നിങ്ങള്. ഇതൊക്കെ അവര് തന്നെ ഉണ്ടാക്കിയിട്ട് അവര് തന്നെ കുടിക്കരുതെന്ന് പറഞ്ഞോടൊക്കെ വർത്താനം പറയണ. എടാ ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടോ, ഇതൊരു വീടാണ്. അത് നിങ്ങളിപ്പോ സാധാരണ നിങ്ങൾ കഴിക്കണൊക്കെ അറിയണല്ലേ. നിങ്ങൾ മദ്യം കഴിക്കണ അറിയാത്ത ആളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിപ്പോ പോയി നിങ്ങളെ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാത്ത സമയം അപ്പ കുപ്പി പൊട്ടിക്കാൻ നല്ലത് പെണ്ണുങ്ങളുള്ളപ്പോ കുടിച്ചാൽ മതിയായിരുന്നു. ഇത്രയും കേക്കണ്ട, ആ ഉള്ള സ്പീഡും പോയി. ഈ ഹാമക്കിനോടൊക്കെ പറയണ നേരം കൊണ്ടേ ആവശ്യമില്ലാത്തവരെ വർത്താനം. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കള്ള നായ്ക്കളുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുടുംബത്തിന്റെ വർക്കത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടായ പിന്നെ എന്താ പറയാ കളി? അല്ല പിന്നെ മനുഷ്യന്മാരായത്തിന് ഉൾപ്പോണം. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവും. ആരാണ്? എന്താണ്? ഒന്ന് വാ ചേട്ടാ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചു. എന്റെ ബെഡ്റൂമിൽ ഒരു പെണ്ണ്. എന്റെ ബെഡ്റൂമിൽ ഒരു പെണ്ണ്. പെണ്ണോ? ആ പെണ്ണ് നമ്പറാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കണത് നിർത്തിക്കാനുള്ള നമ്പറല്ലേ കയ്യിലിരിക്കട്ടെ. പടച്ച റബ്ബന്നെ സത്യം എന്റെ ഉള്ളിച്ചൊന്ന് വന്നു നോക്ക്. അല്ല പെണ്ണെങ്ങനെ വരാണെന്ന് ആരാണെന്ന് എന്താന്ന് അറിയൂലടാച്ചൊന്ന് വന്നു നോക്ക്. അല്ലെന്ന് അവരങ്ങനെ പറയൂല. നമ്മയെന്ന് പരിചയപ്പെട്ട് മുട്ടണം. ഒരു മനുഷ്യനൊരു അവസ്ഥ ഉണ്ടാവുമ്പോ എന്തിച്ച് പറഞ്ഞേ? എടാ എനിക്കറിയില്ല എന്താന്ന് വെച്ചൊന്ന് വന്നു നോക്ക്. ഇന്ന അവിടെ ചെന്ന് വിളിക്കണേ. ഇത് പോയില്ലേ? മനുഷ്യനെ അടങ്ങി വന്നു നോക്കണം. നമ്മ കുടിക്കണേന് കൂടാ കൊല്ലും. ആരോട് പറഞ്ഞിട്ടാ പരീക്ഷ ഇതിനെ കൊണ്ടുവന്നത്?